ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വളരെ ബേസിക് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടി കുറച്ച് പാറ്റേൺസ്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കുറേ സെൻറ്റൻസസ് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. എൻ്റെ പേര് അജിത ശിവറാം. പോകാം ക്ലാസ്സിലേക്ക്. ആദ്യമേ തന്നെ എനിക്കൊരു കാര്യം ഇഷ്ടമാണ്, എനിക്കൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്, കഴിക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറയില്ലേ നമ്മൾ. എനിക്കിഷ്ടമാണ്, ഇതെങ്ങനെ പറയും? ഇതിനായിട്ട് നമുക്ക് ഐ ലൈക്ക് എന്ന് പറയാം. എനിക്ക് ചായ ഇഷ്ടമാണ്, ഐ ലൈക്ക് ടീ. എനിക്ക് ചായ ഇഷ്ടമാണ്, ഐ ലൈക്ക് ടീ. എനിക്ക് പാചകം ഇഷ്ടമാണ്, ഇതെങ്ങനെ പറയും? ഐ ലൈക്ക് കുക്കിംഗ്, ഐ ലൈക്ക് കുക്കിംഗ്. ഇനി എനിക്കൊരു സ്ഥലം ഇഷ്ടമാണെന്ന് പറയില്ലേ നമ്മൾ. സ്ഥലം എന്നുള്ളതിന് എന്താ പറയുക? പ്ലേസ്. എനിക്ക് ഈ സ്ഥലം ഇഷ്ടമാണ്, ഐ ലൈക്ക് ദിസ് പ്ലേസ്, ഐ ലൈക്ക് ദിസ് പ്ലേസ്. എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്, ഐ ലൈക്ക് റീഡിങ് ബുക്സ്. റീഡ്, വായിക്കുക, ഐ ലൈക്ക് റീഡിങ് ബുക്സ്. ഇവിടെ ബുക്സ് റീഡ് ചെയ്യുന്നത് ഒരു ഹോബി ആയിട്ട് പറയുമ്പോൾ നമുക്ക് പറയാം ഐ ലൈക്ക് റീഡിങ് ബുക്സ് എന്ന് പറയാം. ഇനി സാധാരണ നമ്മൾ ബുക്സ് റീഡ് ചെയ്യുന്നത് ഇഷ്ടമാണ് എന്നുള്ളൊരർത്ഥത്തിൽ പറയുമ്പോൾ എന്താ പറയുക? ഐ ലൈക്ക് ടു റീഡ് ബുക്സ്. എനിക്ക് യാത്രകൾ ഇഷ്ടമാണ്. ഇതൊരു ഹോബിയായിട്ട് പറയുമ്പോൾ നമുക്ക് പറയാം ഐ ലൈക്ക് ട്രാവലിംഗ്. ഇനി യാത്രകൾ പൊതുവെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഐ ലൈക്ക് ടു ട്രാവൽ. എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ്, ഇതെങ്ങനെ പറയും? ഐ ലൈക്ക് ടു ലേൺ ന്യൂ തിങ്സ്, ഐ ലൈക്ക് ടു ലേൺ ന്യൂ തിങ്സ്. എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് എന്ന് പറയാനായിട്ട് ഐ ലൈക്ക് എന്ന് പറഞ്ഞാൽ മതി. അതിനുശേഷം നമുക്ക് എന്താണോ ഇഷ്ടം അത് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റൻസായി. അപ്പോൾ ഇങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി എനിക്ക് എന്തെങ്കിലും വേണം, എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു കാര്യം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഐ വോണ്ട് പറഞ്ഞിട്ട് എന്താണോ ആഗ്രഹം അത് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് വെള്ളം വേണം, ഇതെങ്ങനെ പറയും? ഐ വോണ്ട് വാട്ടർ, ഐ വോണ്ട് വാട്ടർ. എനിക്ക് ഉറങ്ങണം, ഐ വോണ്ട് ടു സ്ലീപ്പ്. എനിക്ക് ഉറങ്ങണം എന്നെങ്ങനെയാണ് പറയാ? ഐ വോണ്ട് ടു സ്ലീപ്പ്. എനിക്ക് വീട്ടിലേക്ക് പോകണം, ഐ വോണ്ട് ടു ഗോ ഹോം, ഐ വോണ്ട് ടു ഗോ ഹോം. എനിക്ക് കോഫി വേണം, ഐ വോണ്ട് കോഫി, ഐ വോണ്ട് കോഫി. എനിക്ക് കോഫി വേണം. എനിക്ക് നിന്നോട് സംസാരിക്കണം, ഐ വോണ്ട് ടു ടോക്ക് ടു യു, ഐ വോണ്ട് ടു ടോക്ക് ടു യു. എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്കൊരു ഫോൺ വാങ്ങണം, ഐ വോണ്ട് ടു ബൈ എ ഫോൺ, ഐ വോണ്ട് ടു ബൈ എ ഫോൺ. എനിക്കൊരു ഫോൺ വാങ്ങണം. എനിക്ക് കുറച്ച് വിശ്രമം വേണം, ഐ വോണ്ട് സം റെസ്റ്റ്, ഐ വോണ്ട് സം റെസ്റ്റ്. എനിക്ക് കുറച്ച് വിശ്രമം വേണം. എനിക്ക് നിന്നെ സഹായിക്കണം, നിങ്ങളെ സഹായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് സഹായിക്കണം എന്നെങ്ങനെയാണ് പറയാം? ഐ വോണ്ട് ടു ഹെൽപ്പ് യു, ഐ വോണ്ട് ടു ഹെൽപ്പ് യു. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, ഐ വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ്, ഐ വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം വേണം, ആഗ്രഹമുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഐ വോണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം എന്താണാവോ നിങ്ങളുടെ ആഗ്രഹം അത് പറഞ്ഞാൽ മതി. ഓക്കെ. ഐ വോണ്ട് ആൻഡ് ഐ ലൈക്ക് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമാണെന്ന് പറയാനായിട്ടാണ് നമ്മൾ ഐ ലൈക്ക് എന്നത് യൂസ് ചെയ്യുന്നത്. എനിക്കൊരു കാര്യം വേണം, ആഗ്രഹം ഉണ്ടെന്ന് പറയാനായിട്ടാണ് ഐ വോണ്ട് എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ. എൻ്റെ കൈവശം ഒരു സാധനമുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഐ ഹാവ് എന്ന് യൂസ് ചെയ്യാം. എനിക്കുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് കുറച്ച് സെൻറ്റൻസ് നോക്കാം. എനിക്കൊരു കാറുണ്ട്, ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്, ഐ ഹാവ് എ കാർ. എനിക്ക് സമയമുണ്ട്, ഐ ഹാവ് ടൈം, ഐ ഹാവ് ടൈം. എനിക്കൊരു സംശയമുണ്ട്, ഇതെങ്ങനെ പറയും? ഐ ഹാവ് എ ഡൗട്ട്, ഐ ഹാവ് എ ഡൗട്ട്. എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഐ ഹാവ് സം വർക്ക്, ഐ ഹാവ് സം വർക്ക്. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല, എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയാനായിട്ട് ഒരു നെഗറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവായിട്ട് സംസാരിക്കാൻ ഇതെങ്ങനെ പറയാം? ഐ ഡോണ്ട്.
ഇതിനായിട്ട് നമുക്ക് ഐ ഡോണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണോ അത് പറഞ്ഞാൽ മതി. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. എങ്ങനെ പറയാം? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെങ്ങനെയാ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് കോഫി ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക് കോഫി. ഐ ഡോണ്ട് ലൈക്ക് കോഫി. ഞാൻ അങ്ങനെ കരുതുന്നില്ല, ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഇതെങ്ങനെ പറയാം? ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ ടി വി കാണാറില്ല, ഐ ഡോണ്ട് വാച്ച് ടി വി. ഐ ഡോണ്ട് വാച്ച് ടി വി. എനിക്ക് നിൻ്റെ സഹായം ആവശ്യമില്ല, എനിക്ക് സഹായം ആവശ്യമില്ല. ഇതെങ്ങനെ പറയും? ഐ ഡോണ്ട് നീഡ് ഹെൽപ്പ്. ഐ ഡോണ്ട് നീഡ് ഹെൽപ്പ്. അപ്പോൾ മനസ്സിലായോ? എനിക്ക് അറിയില്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എന്ന് നെഗറ്റീവായിട്ട് പറയാനായിട്ട് നമുക്ക് ഐ ഡോണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം എന്താണോ നിങ്ങൾക്ക് അറിയാത്തത് അല്ലെങ്കിൽ പറയാൻ പറ്റാത്തത്, ഇഷ്ടമില്ലാത്തത്, അത് പറഞ്ഞാൽ മതി. ഓക്കെ. അടുത്തത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ ഒരു സാധനം എവിടെയാണ്, ആ സാധനം എവിടെയാണ് വെച്ചത്, അല്ലെങ്കിൽ ആ ബസ് സ്റ്റോപ്പ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് വേർ ഈസ് എന്ന് ചോദിക്കാം. വേർ ഈസ്. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എവിടെയാണ് എന്ന് ചോദിക്കാനായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് പെട്ടിട്ട് നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ് ബസ് സ്റ്റോപ്പ് എവിടെയാണ്. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? വേർ ഈസ് ദ ബസ് സ്റ്റോപ്പ്. വേർ ഈസ് ദ ബസ് സ്റ്റോപ്പ്. വേർ, എവിടെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വേർ ഈസ് ദ ബസ് സ്റ്റോപ്പ് എന്ന് ചോദിക്കാം. ബസ് സ്റ്റോപ്പ് എവിടെയാണ്. ഇനി നമുക്ക് എൻ്റെ കീ എവിടെയാണ് എന്ന് ചോദിക്കണം. ഇതെങ്ങനെ ചോദിക്കാം? വെർ ഈസ് മൈ കീ. വെർ ഈസ് മൈ കീ. എൻ്റെ ബാഗ് എവിടെയാണ്? വെർ ഈസ് മൈ ബാഗ്. വെർ ഈസ് മൈ ബാഗ്. എൻ്റെ ഫോൺ എവിടെയാണ്? വെർ ഈസ് മൈ ഫോൺ. വെർ ഈസ് മൈ ഫോൺ. എൻ്റെ ഫോൺ എവിടെയാണ്? നിൻ്റെ ഓഫീസ് എവിടെയാണ്? വെർ ഈസ് യുവർ ഓഫീസ്. വെർ ഈസ് യുവർ ഓഫീസ്. ഇവിടെ ഏറ്റവും അടുത്തുള്ള ബാങ്ക് എവിടെയാണ്? വെർ ഈസ് ദ നിയറസ്റ്റ് ബാങ്ക്. വെർ ഈസ് ദ നിയറസ്റ്റ് ബാങ്ക്. ഇങ്ങനെ നമുക്ക് എവിടെയാണെന്ന് ചോദിക്കാനായിട്ട് വെർ ഈസ് എന്ന് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള സെൻറ്റൻസസ് പറഞ്ഞാൽ മതിയാവും. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ വസ്തുവിനെക്കുറിച്ചോ അതെന്താണ് എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് വാട്ട് ഈസ് എന്ന് യൂസ് ചെയ്താൽ മതി. വാട്ട്സ്. വാട്ട്സ് യുവർ നെയിം. നിൻ്റെ പേരെന്താണ്? വാട്ട്സ് യുവർ നെയിം. ഇതെന്താണ്? വാട്ട്സ് ദിസ്. വാട്ട്സ് ദിസ്. എന്താ പ്രശ്നം? വാട്ട്സ് ദ പ്രോബ്ലം. വാട്ട്സ് ദ പ്രോബ്ലം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ. വാട്ട്സ് യുവർ ഒപ്പീനിയൻ. ഒപ്പീനിയൻ, അഭിപ്രായം. സമയം എത്രയായി? വാട്ട്സ് ദ ടൈം. വാട്ട്സ് ദ ടൈം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക. കുറേ സെൻറ്റൻസസ് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുക. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം അജിത ശിവറാം.